പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് സ്ലിഹാകാലത്തിലെ 7ാമത്തെ ഞായറാഴ്ചയാണ്. തിരുസഭ മാതാവ് നമ്മളെ ചിന്തിക്കാൻ നൽകുന്ന തിരുവചന ഭാഗം യോഹന്നാന്റെ സുവിശേഷത്തിലെ 14-ാം അധ്യായത്തിലെ 15 മുതൽ 20 വരെയും 25-ഉം 26-ഉം വചനങ്ങളാണ്. 14-ാമത്തെ അധ്യായം യേശു പിതാവിലേക്കുള്ള വഴി എന്ന് വ്യക്തമാക്കുകയാണ്. ഈ ലോകം വിട്ട് പിതാവായ ദൈവത്തിന്റെ അടുത്തേക്ക് യേശുനാഥൻ പോകാൻ സമയമായപ്പോൾ അത് ശിഷ്യന്മാരെ അറിയിക്കുകയാണ്. ഞാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ നിങ്ങളെയും വന്ന് കൊണ്ടുപോകുമെന്നൊക്കെ പറയുമ്പോൾ തോമാസിക ചോദിക്കുന്നുണ്ട്, അങ്ങ് എവിടേക്കാണ് പോകുന്നത്? ഞങ്ങൾക്ക് അറിഞ്ഞുകൂടുക, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? അവിടെയാണ് യേശുനാഥൻ പറയാ, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ എന്ന്. അതിനുശേഷം യേശുനാഥൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കുമെന്ന്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, അതേ പ്രിയമുള്ളവരെ, സ്നേഹിക്കുക അത് ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും നിയമങ്ങൾ പാലിച്ചുകൊണ്ടും കൽപ്പനകൾ പാലിച്ചുകൊണ്ടുമാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കുമെന്ന്. യേശുനാഥനെ സ്നേഹിക്കാനുള്ള മാർഗം എന്താണെന്ന് വ്യക്തമാക്കുകയാണ്, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക എന്ന്. അവിടുന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ നിങ്ങളിലേക്ക് ഒരു സഹായകനെ അയക്കുമെന്ന്. സഹായകൻ, ഒരു കൂട്ടുകാരൻ, ഒരു ആശ്വാസപ്രദൻ. ആ സഹായകൻ വന്ന് എല്ലാം നിങ്ങളെ വ്യക്തമാക്കി തരുമെന്ന്. ആ സഹായകനാണ് ആത്മാവിന്റെ ദാനങ്ങൾ കൊണ്ട് നമ്മെ നിറയ്ക്കുക. ജ്ഞാനം കൊണ്ടും ബുദ്ധി കൊണ്ടും ആലോചന കൊണ്ടും ആത്മശക്തി കൊണ്ടും അറിവ് കൊണ്ടും ഭക്തി കൊണ്ടും നിറയ്ക്കുക. അത് ശിഷ്യന്മാർക്ക് നൽകുമെന്ന്, ആത്മാവിനെ, ആ സഹായകനെ അയക്കുമെന്ന് ദിവ്യനാഥൻ ഓർമ്മപ്പെടുത്തുകയാണ്. അവൾ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല എന്ന്. 18-ാമത്തെ വചനം പറയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന്. ഇന്ന് പ്രിയമുള്ളവരെ, നമുക്കറിയാം അനാഥത്വം ഒത്തിരിയേറെ ഫീൽ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. മറ്റുള്ളവർ സ്നേഹിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, തങ്ങളെ ഉൾക്കൊള്ളുന്നില്ല, തങ്ങളെ കുറവുകൾ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ പറയുന്ന ഒരു അനാഥത്വം ഫീൽ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. അത് കുട്ടികളായാലും കുടുംബനാഥനായാലും കുടുംബനാഥയായാലും മകനായാലും മകളായാലും ഒരു അനാഥത്വം. ഒപ്പം തന്നെ നമ്മുടെ ലോകത്ത് അനാഥരായി നടക്കുന്ന ഒത്തിരിയേറെ ആളുകളെ പറ്റി നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ബഹുമാനമില്ലാതെ, ആദരവില്ലാതെ, അംഗീകാരമില്ലാതെ ഒത്തിരിയേറെ ആളുകൾക്ക് അസ്വസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് ഒരു അനാഥത്വം പോലെ ജീവിക്കുന്ന യുവാക്കളെയും ഒപ്പം തന്നെ പല വ്യക്തികളെയും നാം കണ്ടുമുട്ടാൻ സാധിക്കും. അവരെയൊക്കെ കർത്താവിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടവരായിരിക്കാം, അല്ലെങ്കിൽ സാത്താൻ അവരെ ബന്ധിച്ചിട്ടിരിക്കുന്നതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അനാഥത്വം ഫീൽ ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ യേശുനാഥൻ ആ സഹായകനെ അയക്കുമെന്ന് ശിഷ്യന്മാരോട് ഓർമ്മപ്പെടുത്തുമ്പോൾ, ആ സഹായകൻ നമ്മളെ അനാഥരായി വിടാതിരിക്കാൻ യേശുനാഥൻ നമുക്കൊരു ശക്തിദായകനെ അയക്കുമെന്നാണ് ഓർമ്മപ്പെടുത്തുക ശിഷ്യന്മാരോട്. അവിടുന്ന് വ്യക്തമാക്കുകയാണ്, എന്റെ നാമത്തിൽ പിതാവായിരിക്കും സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുമെന്ന്. സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാം നമ്മെ പഠിപ്പിക്കണം. ദുഷ്ടാത്മാവ് നമ്മിൽ നിന്ന് മാറിപ്പോകുവാനും സാത്താന്റെ ശക്തിയിൽ നമ്മിൽ നിന്ന് വിട്ടുപോകുവാനും ഒപ്പം തന്നെ പരിശുദ്ധാത്മാവ് വന്ന് നമ്മളെ എല്ലാം സത്യത്തിന്റെ മാർഗം പഠിപ്പിക്കുവാൻ, നീതിയുടെ മാർഗം പഠിപ്പിക്കുവാൻ, സ്നേഹത്തിന്റെ മാർഗം പഠിപ്പിക്കുവാൻ, ബഹുമാനത്തിന്റെ മാർഗം പഠിപ്പിക്കുവാൻ ഇടപെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ സ്ലിഹാകാലത്തിൽ പ്രത്യേകമായിട്ട് കർത്താവിന്റെ ആത്മാവ് നമ്മളിലെല്ലാം നിറയുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ കർത്താവെ അങ്ങനെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൽ ലക്ഷ്യമിച്ചു മുന്നേറുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു തമ്മിൽ നമ്മെല്ലാവരെയും ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.